कबीर दास 1398 ईस्वी से 1518 ईस्वी। निर्गुण काव्यधारा के ज्ञानाश्रयी शाഖ के संत कवि है कबीर। ഹിന്ദിയിലെ കവിതാ സാഹിത്യത്തിൽ നിർഗുൺ കാവ്യധാരയുണ്ട്, സഗുൺ കാവ്യധാരയുണ്ട്. അത് നിർഗുൺ കാവ്യധാരയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സന്ത് കവിയാണ് കബീർ ദാസ്. ഇൻകാ ജന്മസ്ഥാൻ കാശി ബതായ ജാതാ ഹെ. ഇദ്ദേഹത്തിന്റെ ജനനസ്ഥലം കാശിയായിട്ടാണ് കണക്കാക്കുന്നത്. नीरू और नीमा नाम के जुलाहा दंपति द्वारा पालन पोषण किया गया. നീരു എന്നും നീമ എന്നും പേരുള്ള ജുലാഹ ദമ്പതികളാണ് ഇദ്ദേഹത്തിനെ വളർത്തിയത്. ജുലാഹ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരായ ഭാര്യയും ഭർത്താവും. പാലൻ പോഷണം ചെയ്തെന്ന് വെച്ചാൽ വളർത്തി. कबीर की पत्नी का नाम लोई है. पुत्र का नाम कमाल और पुत्री का नाम कमाली था. കബീറിന്റെ ഭാര്യയുടെ പേര് ലോയി എന്നായിരുന്നു. പുത്രന്റെ പേര് കമാൽ എന്നും പുത്രിയുടെ പേര് കമാലി എന്നും ആയിരുന്നു. രാമാനന്ദായിരുന്നു കബീർ ദാസിന്റെ ഗുരു. കബീർ അശിക്ഷിത് थे. സ്വയം उन्होंने स्वीकार किया है. मसी कागद छुयो नहीं, കലം ഗ്രാഹ്യോ നെഹി ഹാത്ത്. കബീർ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാളായിരുന്നു. അത് അദ്ദേഹം സ്വയം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മസി കാഗദ് ചുയോ നെഹി, കലം ഗ്രഹ്യോ നെഹി ഹാത്ത്. മസി കാഗദ് എന്ന് വെച്ചാൽ മഷിയും കടലാസും തൊട്ടിട്ടില്ല. ചുയോ നെഹി തൊട്ടിട്ടില്ല. കലം ഗ്രാഹ്യോ നെഹി ഹാത്ത്, കലം പേന, പേനയും കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതായത് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വരികളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഉൻകി രചനാവോ കാ സങ്കലൻ ബാദ് മേ ഉൻകി ശിഷ്യോനെ ക്യാ. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രചനകളും പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എഴുതിയതാണ്. കബീർ എക് സമാജ് സുധാരക് ഓർ കവി थे. കബീർ ദാസ് ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു കവിയുമായിരുന്നു. കബീർ കോ മുഗൾ ശാസക് സിക്കന്ദർ ലോധി की സമകാലീൻ മാനാ. കബീർ ദാസിനെ മുഗൾ ഭരണാധികാരിയായിട്ടുള്ള സിക്കന്ദർ ലോധിയുടെ സമകാലീനായിട്ടാണ് കണക്കാക്കുന്നത്. സിക്കന്ദർ ലോധിയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ടാണ് കബീറിനെ കണക്കാക്കുന്നത്. ഉन्होंने മൂർത്തി പൂജ, തീർത്ഥാടൻ, ജാതി പ്രഥ, ഊഞ്ചനേജ് की ഭാവന ആദി का ഖണ്ഡൻ किया. ഉനോനെ എന്ന് വെച്ചാൽ ഇവിടെ കബീർ ദാസിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂർത്തി പൂജ എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയാണ്. തീർത്ഥാടനം, ജാതിപ്രഥ, കാസ്റ്റ് സിസ്റ്റം. ഊഞ്ചനീജ് കി ഭാവന ആദിക ഖണ്ഡൻ കിയ. ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊക്കെയുള്ള ഒരു ചിന്തയും എതിർത്തിട്ടുണ്ട്. ഖണ്ഡൻ കിയ എന്ന് വെച്ചാൽ എതിർത്തിട്ടുണ്ട്. ഡോക്ടർ രാം സ്വരൂപ് ചതുർവേദിനെ കബീർ കോ ബിനാ മഹാകാവ്യ ലിഖേ മഹാകവി മാനാ ഹെ. ഡോക്ടർ രാം സ്വരൂപ് ചതുർവേദി കബീറിനെ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന് വിളിച്ചിട്ടുണ്ട്. ബിന എന്ന് വെച്ചാൽ ചെയ്യാതെ, ഇല്ലാതെ. ബീജക് നാം സെ ഉൻകി രചനാओं का संकलन ധർമ്മദാസ് ദ്വാര കിയാ ഗയാ ഹെ. ബീജക് के 3 ഭാഗ് है. ബീജക് എന്ന പേരിൽ കബീറിന്റെ രചനകളുടെ ഒരു കളക്ഷൻ, സങ്കലൻ ധർമ്മദാസ് ചെയ്തിട്ടുണ്ട്. ധർമ്മദാസ് കബീറിന്റെ പ്രധാന ശിഷ്യനാണ്. ബീജക് के 3 ഭാഗ് है. ബീജക് എന്ന രചനയ്ക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. फर्स्ट पार्ट पहला भाग है साकी, दूसरा भाग है सबद, तीसरा भाग है रमैनी. इसके अलावा एक और ग्रंथ है. ഇത് കൂടാതെ കബീർ ഗ്രന്ഥാവലി എന്നുള്ള ഡോക്ടർ ശ്യാംസുന്ദർ ദാസിന്റെ ഒരു രചനയും കാണാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ ഭാഷയെ പറ്റിയാണ് പറയുന്നത്. ആചാര്യ രാമചന്ദ്ര ശുക്ല ने कबीर की भाषा को सदुखड़ी अथवा पंचमेल खिचड़ी कहा है. उनकी ഭാഷ कई ഭാഷാओं के मिश्रण से बनी है. അതായത് ആചാര്യ രാമചന്ദ്ര ശുക്ല കബീറിന്റെ ഭാഷയെ സതുക്കടി അഥവാ പഞ്ചമേൽ കിച്ചടി എന്നാണ് വിളിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഷ പല ഭാഷകളിലെ കൂടിച്ചേരലിലൂടെ ഉണ്ടായതാണ്. അദ്ദേഹത്തിന്റെ ദോഹയിലൊക്കെ നമുക്ക് പല ഭാഷയിൽ വേർഡ്സുകളെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഹസാരി പ്രസാദ് ദ്വിവേദി കബീറിനെ വാണി ക ഡിക്റ്റേറ്റർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതും ഭാഷയിലെ ഈ ഒരു വൈവിധ്യം കാരണമാണ്. നിധൻ. ഇനി കബീറിന്റെ മരണത്തെ പറ്റിയാണ് പറയുന്നത്.
इस अंधविश्वास को दूर करने के लिए कि काशी में मृत्यु होने से स्वर्ग मिलता है और मगहर में मरने से नरक। ये अंतिम समय में काशी छोड़कर मगहर चले गए, वहीं उन्होंने शरीर छोड़ा. അതായത് കബീർ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാശി എന്ന സ്ഥലത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മോക്ഷം അല്ലെങ്കിൽ സ്വർഗം കിട്ടും. മഗഹർ എന്ന സ്ഥലത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ അയാൾക്ക് നരകമാണ് കിട്ടുക എന്നൊരു അന്ധവിശ്വാസം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. കബീർ ഈ ഒരു അന്ധവിശ്വാസത്തെ തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കാശിയിൽ നിന്ന് മഗഹറിലേക്ക് പോയിട്ട് അവിടെ വെച്ചാണ് മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത്. കാരണം അദ്ദേഹം കാശിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ മരിച്ചത് മഗഹർ എന്നൊരു സ്ഥലത്ത് പോയിട്ടാണ്. അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ ശക്തമായ രീതിയിൽ എതിർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും വളരെ റിലവൻ്റായി നിലനിൽക്കുന്നത്.